കഴിഞ്ഞ ദിവസം കാട്ടാനകൾ കൃഷി നശിപ്പിച്ച പ്രദേശങ്ങൾ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. രാജഗിരി ഉന്നതി, രാജഗിരി എന്നിവിടങ്ങളിൽ കാട്ടാനകൾ നശിപ്പിച്ച കൃഷിയിടങ്ങളാണ് ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ജു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചത്. രാജഗിരി ഉന്നതിയിലെ മോഹൻദാസ്, കുണ്ടയംകോടൻ രാധാമണി, രാജഗിരിയിലെ തച്ചിലെടുത്ത് ഡാർവിൻ, അരീക്കാട്ട് ഷാജൻ എന്നിവരുടെ കൃഷിയിടങ്ങളാണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചത്. രാജഗിരി ഉന്നതിയിലെ കൃഷികൾ ഏറെയും കാട്ടാനക്കൂട്ടം ഇതിനകം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു. കേരള കർണാടക അതിർത്തിയിൽ സ്ഥാപിച്ച വൈദ്യുതി വേലി തകർത്ത് തേജസ്വിനി പുഴയും കടന്നാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രമായ രാജഗിരിയിലെത്തുന്നത്. തെങ്ങ്, വാഴ, കമുങ്ങ് തുടങ്ങിയ കൃഷികളാണ് കാട്ടാനകൾ നശിപ്പിക്കുന്നത്. കാട്ടാനകൾ വീടിന് മുകളിലേക്ക് തെങ്ങുകൾ കുത്തിമറിച്ചിടാൻ തുടങ്ങിയതോടെ രാത്രികാലങ്ങളിൽ വീടിനുള്ളിൽ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം രാജഗിരി ഉന്നതിയിലെ കുണ്ടയംകോടൻ രാധാമണിയുടെ വീടിന് മുകളിലേക്ക് കാട്ടാനകൾ തെങ്ങ് കുത്തിമറിച്ചിട്ടിരുന്നു. വീടിന് ചെറിയ തോതിലുള്ള കേടുപാടുകളും ഉണ്ടായി. കൃഷിനാശം സംഭവിച്ചവർക്ക് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്നും വൈദ്യുതി വേലിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഞാൻ അവിടെ നിന്ന് എനിക്ക് അക്കരെ തേങ്ങ പറിക്കാനുണ്ടായിരുന്നു, പേടിച്ചിട്ട് പോയിട്ടില്ല. അതല്ല അവിടെ തൂറിയെല്ലാം ഇട്ടത്, അത് കണ്ടോണ്ട് ഞാൻ അവരോട് പറഞ്ഞു. പുള്ളി അന്നേരത്തിന് നോക്കി. നേരത്തെ ആന ഒരാളെ കൊന്നത് എടുത്തു. അതിവിടെ ഇപ്പൊ തന്നെ ആന അടിച്ചല്ലേ? 21 വയസ്സാണ്. അങ്ങനത്തെ ചാനിങ്ങിൻ്റെ പണിക്കെല്ലാം പോകുന്ന കൊച്ചാണ്. വഴക്കുണ്ടോ ഈ കുഞ്ഞാ. അന്ന് കുറെ നാശം വരുത്തിയായിരുന്നു. വേറെ അന്ന് കുറെ നാശം ഉണ്ടാക്കിയ ആന. ആ വാഴയും ഇതുങ്ങളെ ഞങ്ങ് പോയി. അത് കഴിഞ്ഞ് അതിലെ വന്നു ആന. വീടിൻ്റെ ഈ തൊട്ട് താഴെ കൂടെ ഇറങ്ങി വന്നു. അന്ന് കാണുന്നില്ലായിരുന്നു. ഒരുപാട് നഷ്ടം ഇവർക്ക് സംഭവിക്കപ്പെട്ടു. ഈ കവുങ്ങലങ്ങളല്ല. ഇപ്പം പകലൊന്നും ഇറങ്ങാൻ പറ്റാത്തേ അല്ലേ? പകല് ഞങ്ങൾ നടക്കും. ഞങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ വീണ ആദിവാസികളില്ലേ, ഞങ്ങൾക്ക് ഇതിലെ പോയിക്കൂടാത്ത കാട്ടിലായാലും പോകില്ലേ. പക്ഷെ എല്ലാവരും പോകില്ല. ഞാൻ പോകുന്ന പോലെ ഞാൻ രാത്രിക്കെല്ലാം പോകും. ഞാൻ 7 മണിക്ക് 7 6:45 ഞാൻ അങ്ങ് പുഴയിൽ പോയി നോക്കി. അതാനുണ്ടായിരുന്നോ? ഇന്നലെ അവർ പഞ്ചായത്തിൽ നിന്ന് വന്നപ്പോൾ ആന മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ കേട്ടു. ആനയുടെ കാര്യമല്ലേ, ഇത് അവരുടെ കാട്. ഇതിപ്പോൾ നമ്മൾ പിടിച്ചു കെട്ടാനൊന്നും കഴിയില്ല. ഇതേപോലെ എൻ്റെ സുപ്രഭാതത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കൊച്ചും കിടക്കുമായിരുന്നു. അവന് മാനസികമായിട്ടുള്ളൊരു അസുഖമാണ്. അവൻ ഞാൻ കിടക്കുമ്പം വരെയും തകർത്ത് താനം കയറിയില്ലേ പിറക്കത്തിട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് ഓടി. പിന്നെ ഞാൻ ചെയ്യാൻ പറ്റും. എന്നിട്ടും പഞ്ചായത്തിലും പേപ്പറിലും എല്ലാം പരസ്യം ഉണ്ടായിട്ടില്ലേ എൻ്റെ വീട്. പ്രസിഡൻ്റെല്ലാം വന്നല്ല, ഒത്തിരി ആൾ വന്നു നോക്കി. നഷ്ടപരിഹാരം കിട്ടിയോ നോക്കിയിട്ട് വന്നിട്ട്? ഇല്ല, എൻ്റെ കറണ്ട് എല്ലാം നശിപ്പിച്ചു. എല്ലായിടത്തും ഞാനത് അകത്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി പറയുകയും ചെയ്തു ഓഫീസിൽ. എന്നിട്ടോ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനാവില്ല, എനിക്ക് ആവശ്യപ്പെട്ടാൽ തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ആവശ്യപ്പെടുന്നില്ല. ഞാൻ വീട് വേറെ ആക്കി കാനമ്പയിൽ ST കോളനിയിൽ. അങ്ങേറ്റത്തെ വാർക്ക എൻ്റെ വീടാണ്. അടുത്ത സ്ഥലം അത് 3 സെൻറ്റ് പണിക്ക് 3 സെൻറ്റേ ഉള്ളൂ. ഇവിടുത്തെ 40 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ ആന കയറിയ നഷ്ടപരിഹാരം ഒന്നും തരുന്നില്ല ഇതുവരെ തന്നിട്ടില്ല. പഞ്ചായത്തോ ആരും ഇതിനു വേണ്ടി മെനക്കെട്ടിട്ടുമില്ല, തരുന്നുമില്ല. ഇവിടെ എങ്ങനെയാണ് കയറുന്നത്? ഇവിടെ വൈദ്യുതി വേലിയൊക്കെ ഇല്ലേ? പിന്നെ എങ്ങനെ വരുന്ന ആന? അക്കരെ ഇല്ലുള്ളൂ, പുഴക്കക്കര. അവിടെ തന്നെ ഇങ്ങോട്ട് കയറി വരുന്നേ? അവിടെ നിന്ന് കയറി വരുന്നത്. അതിനും ഇതില്ല, സോളറിന് ഇത് പോകുന്നില്ല. ലൈൻ കറണ്ടില്ലേ? കറണ്ടില്ല. അത് നിർമ്മാണത്തിൽ അപാകതയാണോ? അത് ഇത് തന്നെ. അതിപ്പോൾ എന്നാ ജോസ് എന്നാ മറ്റൻ പറഞ്ഞ ഒരു ചേട്ടനെ വന്ന് ആക്കിയത്. അയാളോട് പറഞ്ഞിട്ട് അയാൾ വന്ന് നോക്കുന്നവരില്ല. നിങ്ങളുടെ സ്വപ്ന വീടിന് വിശ്വസ്തമായ കൈത്താങ്. പിലാത്തറ മാതമംഗലം റോഡ്, ചെറുതാഴം ഹെഡ് ഓഫീസിന് സമീപം. 10 വർഷത്തെ വിശ്വാസം, നിലവാരം. സ്ക്വയർ ഫീറ്റിന് 1650 മുതൽ ആധുനിക രീതിയിലുള്ള വീടുകൾ. വീടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി താക്കോൽ കൈമാറി. വാസ്തു പരിഗണിച്ച് തയ്യാറാക്കുന്ന പ്ലാനുകൾ 2 എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പൂർത്തീകരണം. പ്ലാൻ, സൂപ്പർവിഷൻ സേവനങ്ങൾ. സ്കൈ ഹോം ബിൽഡേഴ്സ് വിശാലമായ സൗകര്യത്തോടും വിശ്വാസത്തോടും കൂടി കഴിഞ്ഞ 10
വർഷമായി കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാർവണ ബിൽഡേഴ്സ് കുണ്ടന്തരത്തിനടുത്ത് സ്വന്തം കെട്ടിടത്തിൽ സ്കൈ ഹോം ബിൽഡേഴ്സ് എന്ന പേരിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8251575972984737348480